അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഫലസ്തീൻ നമ്മിൽ ഏറെ നൊമ്പരമാവുകയാണ്. ഇസ്രായേലിന്റെ നരനായാട്ടുകൾക്ക് ഇരകളാകേണ്ടി വരുന്നത് പാവം നിരപരാധികളായ പിഞ്ചോമനകൾ മുതൽ വൃദ്ധന്മാരടക്കമുള്ള ആളുകളാണ്. എന്നിരുന്നാലും ഫലസ്തീനിന്റെ ചരിത്രത്തിൽ ലോകത്തിന് മുഴുവൻ വഴികാട്ടിയായ ഒരു വലിയ പണ്ഡിതൻ ഫലസ്തീനിൽ നിന്നും ഉദയം കൊണ്ടിട്ടുണ്ട്. ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ പിന്തുടർച്ചക്കാരുള്ള 4 മദ്ഹബിലെ ഒരു മദ്ഹബിന്റെ ഇമാമായ ഇമാം ഷാഫിഈ റഹിമഹുമുള്ളയാണത്. ചരിത്ര താളുകളിൽ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഫലസ്തീനിലെ ഗസയിലാണ് ഇമാം ഷാഫിഈ തങ്ങൾ ജനിച്ചത്. അബ്ബാസിയ ഭരണകൂടത്തിന്റെ സുവർണ കാലഘട്ടത്തിലായിരുന്നു ഇമാം ഷാഫിഈ തങ്ങൾ ജനിക്കുന്നത്. പിന്നീട് അദ്ദേഹത്തിന്റെ 2-ാം വയസ്സിൽ മക്കയിലേക്ക് പോയി. ഖുർആൻ അടക്കമുള്ള എല്ലാ ഫന്നുകളിലും അദ്ദേഹം വലിയ തരത്തിലുള്ള വിജ്ഞാനം വളരെ ചെറുപ്പത്തിൽ തന്നെ കരസ്ഥമാക്കി. പിന്നീട് അദ്ദേഹം മദീനയിലേക്ക് ഉപരിപഠനാർത്ഥം പോകുന്നുണ്ട്. മാലിക് ബിൻ അനസ് റഹിമഹുമുള്ളയുടെ കൂടെ അദ്ദേഹം ഉപരിപഠനം നടത്തി. അദ്ദേഹത്തിന്റെ ഗ്രന്ഥരചന ലോകത്തിന് വലിയ സംഭാവനയാണ് നൽകിയത്. ലോകത്തിലെ ആദ്യത്തെ ഉസൂലുൽ ഫിഖ് ഗ്രന്ഥമായ അരിസാല അടക്കമുള്ള ഗ്രന്ഥങ്ങൾ അദ്ദേഹം രചിച്ചു. അത് ലോകത്തിന് തന്നെ വഴികാട്ടിയാകുന്ന ഗ്രന്ഥങ്ങളായിരുന്നു. കർമ്മശാസ്ത്രപരമായി ധാരാളം സംഭാവനകളാണ് അദ്ദേഹം നൽകിയത്. കിതാബുൽ അടക്കമുള്ള ധാരാളം സുപ്രസിദ്ധമായ ഗ്രന്ഥങ്ങൾ മാത്രവുമല്ല, ചിന്തിപ്പിക്കുന്നതും മനോഹരവുമായ കവിതകൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. അള്ളാഹു അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുവാനും പഠിക്കുവാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ.